എജ്യൂകോസിന്റെ JIB ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുതൽ JIB ക്ലാസ്സുകൾ എജ്യൂകോസിൽ ആരംഭിക്കുകയാണ്. ആപ്പിന്റെ വർക്കിംഗ് വീഡിയോ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് എല്ലാവരും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതാണ്. നമുക്ക് 20 വർഷത്തിന് മുകളിൽ പ്രവൃത്തി പരിചയമുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഫാക്കൽറ്റീസിനെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കുന്നതിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഫാക്കൽറ്റീസിനോട് അന്നേരം തന്നെ ചോദിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അതുകൂടാതെ ഇപ്പൊ നിങ്ങൾക്ക് അന്നേരം ലൈവ് ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അപ്പൊ ഫാക്കൽറ്റീസ് അതിനകത്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് മോഹനൻ വല്യത്താൻ സർ, റിട്ടയർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നാരായണൻ PV സർ, റിട്ടയർഡ് മാനേജർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. K. ഉണ്ണികൃഷ്ണ പിള്ളെ, റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. SS സാംബുനാഥ്, എക്സ് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ്, കാരൂർ വൈശ്യ ബാങ്ക് ആൻഡ് ആക്സിസ് ബാങ്ക്. V. ഗോപിക്കുട്ട സർ, റിട്ടയർഡ് സീനിയർ ഇൻസ്പെക്ടർ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സുകളുടെ പഠന രീതികളും JIB പരീക്ഷ എങ്ങനെ നമുക്ക് എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം വല്യത്താൻ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാ സാറന്മാരെയും സ്റ്റുഡൻസിനെയും നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. മോഹൻ സർ. Okay, good evening all. Good evening. Very good evening. എജ്യൂകോസിന്റെ JIB ക്ലാസ്സുകളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചില ഫാക്കൽറ്റീസ് ഉണ്ണികൃഷ്ണൻ സാറും പിന്നെ ഗോകുട്ടൻ സാറും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും ബാക്കിയുള്ള സപ്പോർട്ടുകളും തരുന്ന സപ്പോർട്ട് ടീമിൽ എല്ലാവരും ഇപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് JIBയുടെ നവംബർ എക്സാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ JIB എക്സാം നവംബറിൽ ഉള്ളതാണെങ്കിൽ തന്നെ നിങ്ങൾ ചില ആൾക്കാർ നേരത്തെ എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ JIBയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കാം. കുറച്ചു പേര് പിന്നെ ആദ്യമായിട്ട് JIBയിലേക്ക് വരുന്ന JIB എഴുതുക എന്നുള്ളത് അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് JIB CIB എന്ന് പറയുന്നത് ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 എക്സാംസ് ആണ്. അത് മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു കാര്യം. രണ്ടാമത്, ശരിക്കും ഒരു ബാങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിലെ ഓഫീസർ ആയാലും കൊള്ളാം, ക്ലർക്ക് ആയാലും കൊള്ളാം, നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ബാങ്കർ ആകുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ബാങ്കിങ് നന്നായിട്ട് പഠിക്കുക. ബാങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ബാങ്കിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെ ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും അത് എന്ത് ചെയ്യണം എന്നുള്ളത്, ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നന്നായിട്ടുള്ള ബോധമുണ്ട്. ഒരു ലോൺ കൊടുക്കണം എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ത് ചെയ്യണം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യണം എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പല പല ലോജിക്കുകളും ഉണ്ട്, ചില കോൺസെപ്റ്റ്സ് ഉണ്ട്, ചില നിയമപരമായിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളും കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ജോലിയിലേക്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ള ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ നിയമപരമായ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ടും സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു അക്സെപ്റ്റബിലിറ്റി കസ്റ്റമേഴ്സിന്റെ അടുത്തുള്ള, കാരണം നമുക്ക് നോളജ്, നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം വരുമ്പോഴത്തേക്കും ആ കസ്റ്റമേഴ്സിനാണെങ്കിൽ തന്നെ നമ്മളിലുള്ള അക്സെപ്റ്റബിലിറ്റി കൂടുന്നു.
അപ്പൊ അത് തന്നെയാണ് ബാങ്കും ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് ഫീൽഡില് വളരെ തിന്നായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ അറിവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു JIB ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് JIB പാസ്സാവണം, അതിന് നമുക്ക് ഇൻക്രിമെന്റ് കാര്യങ്ങളുണ്ട്, പ്രൊമോഷന് പോകുമ്പോഴുള്ള ബെനിഫിറ്റുകളുണ്ട്. അതിനുപരിയായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ബാങ്കറായി മാറുക എന്നുള്ളതും ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ഇത് JIB എന്നുള്ളതിന്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, ജൂനിയർ അസോസിയേറ്റ് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അതാണ് JAIIB എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ ബെനിഫിറ്റ്സ് ഓഫ് പാസിംഗ് JIB അതെന്താണെന്നുള്ളതിനെ പറ്റി ചെറുതായിട്ട് നമുക്ക് നോക്കി പോകണം. എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ്, പാസിംഗ് ക്രൈറ്റീരിയ എന്താണ്, പിന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു ഓവർവ്യൂ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാം ഈസി ആയിട്ട് പാസ്സാവുകയും അതുപോലെ തന്നെ സബ്ജക്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി കുറച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് IIBF എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാനമായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇൻസ്റ്റാളേഴ്സ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും നാഷണലൈസ്ഡ് ബാങ്കിലെയും മറ്റ് പ്രമുഖമായിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഒക്കെ ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ, ഇങ്ങനെയുള്ള ആൾക്കാർ കൂടിയിരുന്നിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഒരു IIBF-നെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവര് കണ്ടക്ട് ചെയ്യുന്ന പല എക്സാംസ് ഉണ്ട്. പല എക്സാംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 4ആയിട്ട് അതിനെ തരംതിരിക്കുക. ഒന്ന് സർട്ടിഫിക്കറ്റ് എക്സാം ഉണ്ട്, ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ബ്ലെൻഡഡ് കോഴ്സുകളുണ്ട്, പിന്നെയാണ് ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ്. ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്താണ് JIB, CIB എന്ന് പറഞ്ഞു വരുന്നത്. ബാക്കി 3 സർട്ടിഫിക്കറ്റ് എക്സാംസ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്ലെൻഡഡ് കോഴ്സുകളും ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്പിയർ ചെയ്യുക എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് കോഴ്സുകൾക്കാണ്, അതായത് JIB, CIB-ക്കാണ്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം അതിന്റെ ആ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ബാങ്കുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്, ഒരു അഡീഷണൽ ഇൻക്രിമെന്റ് കൊടുക്കുന്നു. ഈ എക്സാംസ് IIBF നടത്തുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമാണ് നോർമലായിട്ട്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത്, ഫോർ എക്സാമ്പിൾ കോവിഡ് വന്നു, അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എക്സാം സ്കിപ്പ് ചെയ്യോ അല്ലെങ്കിൽ ഈ മന്ത് മെയ് നവംബർ എന്നുള്ളത് ഒന്ന് മാറാം. പക്ഷെ നോർമലി ഇറ്റ് വിൽ ബി ഇൻ മെയ് ആൻഡ് നവംബർ. ഇപ്പൊ മെയ്യിലെ എക്സാം കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്തത് നവംബറിലാണ് എക്സാം. എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ നവംബറിലാണെങ്കിലും മെയ്യിലാണെങ്കിലും ആ എക്സാംസ് എല്ലാം അവധി ദിവസങ്ങളിലായിരിക്കും. അവധി ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഹോളിഡേയ്സ് അല്ല, സൺഡേസ്, മറ്റു ഹോളിഡേയ്സ് അല്ല, സൺഡേയ്സും അതുപോലെ 2nd and 4th സാറ്റർഡേ, ഈ ദിവസങ്ങളിലായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഒരു ദിവസം 3 ഷിഫ്റ്റുകളാണുള്ളത്. രാവിലെ ഒരു ഷിഫ്റ്റ് തുടങ്ങും, ഉച്ചയ്ക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ ഒരു ഷിഫ്റ്റ്, അങ്ങനെ 3 ഷിഫ്റ്റിലായിട്ടാണ് ഈ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 3 ഷിഫ്റ്റിലും വരുന്ന ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ആയിരിക്കും. സെയിം സബ്ജക്റ്റിൽ നിന്നായിരിക്കും, പക്ഷെ സെയിം ക്വസ്റ്റ്യൻ അവർ റിപ്പീറ്റ് ചെയ്ത് കഴിയുന്നതും ചോദിക്കാറില്ല. ഇപ്പൊ നമ്മൾ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ അടുത്ത മാസം അപ്ലൈ ചെയ്യാൻ ഓഗസ്റ്റിലാണ് അതിന്റെ ഡേറ്റ്, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു എക്സാം സെന്റർ ഇപ്പം തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് എക്സാം എഴുതണമെങ്കിൽ തിരുവനന്തപുരം സെന്റർ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഏതാണ് വെന്യൂ, ചിലപ്പോൾ 2 കോളേജുകളുണ്ട് അല്ലെ 3 കോളേജുകളുണ്ട്, ഏത് കോളേജിലാണ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ളത് വരിക, അതുപോലെ തന്നെ ഏത് സ്ലോട്ടിലായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് 3 സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ആ 3 സ്ലോട്ടില് രാവിലത്തെയാണോ ഉച്ചക്കലത്തെയാണോ വൈകിട്ടത്തെയാണോ അത് IIBF തന്നെ ആയിരിക്കും ഡിസൈഡ് ചെയ്തിട്ട് നമ്മളെ അറിയിക്കുക. എന്നിട്ട് അതിന്റെ കോൾ ലെറ്റർ പരീക്ഷയ്ക്ക് ഒരു 7-8 ഡേയ്സിന് മുമ്പായിട്ട്, മാക്സിമം ഒരു 7-8 ഡേയ്സിന്
പ്രയർ ടു 1 വീക്ക് അവര് ആ ഒരു കോൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അവർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ ഈ എക്സാമിനേഷന് വെന്യൂവിലേക്ക് പോകേണ്ടത്. ഇതിനകത്ത് മെമ്പർഷിപ്പ്, ഇപ്പൊ JIB എക്സാമിനേഷൻ എഴുതണമെങ്കിൽ അതിനകത്ത് മെമ്പർ ആയിരിക്കണം. എവിടെ മെമ്പർ ആയിരിക്കണം? IABF ഒരു മെമ്പർഷിപ്പ് എടുക്കണം. IABF ആർക്ക് മെമ്പർഷിപ്പ് എടുക്കാം? IABF പിന്നെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ആണോ, IABF ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാം. ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകള്, അതുപോലെ പിന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകള്, അതുപോലെ NBFCs, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇങ്ങനെയുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഇൻക്ലൂഡിങ് LIC ഇങ്ങനെയുള്ളവരെല്ലാവരും ഈ ഒരു നബാർഡ്, അതുപോലെ SIDBI, ഇതുപോലെ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ IABF ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പറാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പരീക്ഷകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ പിന്നെ ഒരു 1 ടൈം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. അതിനുള്ള മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് 1500 GST അടച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് വേണം നമ്മൾ എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ. സാധാരണ ഓഗസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റില് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് തന്നെ ഈ എക്സാമിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ ബെനിഫിറ്റ്, JIB പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഇൻക്രിമെന്റും, CIB പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 അഡീഷണൽ ഇൻക്രിമെന്റും. ഇപ്പൊ JIB പാസ്സായതിനു ശേഷം മാത്രമേ നമുക്ക് CIB പോകാൻ പറ്റുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം JIB ക്ലിയർ ചെയ്യണം. ഇപ്പൊ JIB ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അങ്ങനെയുള്ള ചില ബാങ്കുകൾ ഒഴികെ ബാക്കി എല്ലാ ബാങ്കുകളും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻക്രിമെന്റ് അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് ഉള്ള ഒരു പ്രയോജനമാണ്. ആ ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രയോജനം ഉള്ള ആ ഒരു ഇൻക്രിമെന്റിന്റെ മോണിറ്ററി അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭീമമായ ഒരു തുക തന്നെ വരും. അല്ലാതെ കേവലം ഒരു മാസത്തെ ഒരു ഇൻക്രിമെന്റ് ആയ 2000 2500 രൂപയാണെങ്കിൽ അതല്ല. അത് നമ്മൾ ക്യുമുലേറ്റീവ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് ഈ ഒരു JIB കൊണ്ട് ലഭ്യമാകുന്നത്. പിന്നെ മിക്കവാറും ബാങ്കുകളിലെല്ലാം ഇന്റേണൽ പ്രൊമോഷൻ അഡീഷണൽ വെയിറ്റേജ് കൊടുക്കും. സീനിയോറിറ്റി ഫോർ പ്രൊമോഷൻ, ചില ബാങ്കുകളിലൊക്കെ ഓഫീസറായിട്ട് പ്രൊമോഷൻ ആകണമെങ്കിൽ സാധാരണഗതിയിലുള്ള ആളാണ് 5 വർഷം 6 വർഷം വേണം. JIB ഉണ്ട് 2 വർഷം അല്ലെ 3 വർഷം. CIB ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് വർഷത്തിലും ഇളവ് കിട്ടും. അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടി പോകുമ്പോൾ ഇന്റർവ്യൂവിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോളജ് എൻഹാൻസ്മെന്റ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയുള്ള ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം, എന്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഗോൾഡ് എടുക്കുന്നു, അത് നമ്മൾ പ്യൂരിറ്റി നോക്കണം എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ DPN എടുക്കുമ്പോൾ അവിടെ നമ്മൾ ഒപ്പിടിക്കണം, സ്റ്റാമ്പ് ഒട്ടിക്കണം എന്തുകൊണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് പേ ചെയ്യുമ്പോൾ വരുന്ന ആളിനെ കൊണ്ട് ബാക്കിൽ സൈൻ ചെയ്യിക്കണം എന്തുകൊണ്ട്. ഇപ്പൊ നമുക്കറിയാം സൈൻ ചെയ്യിക്കണമെന്ന്, പക്ഷെ അത് എന്തുകൊണ്ടെന്നുള്ളതാണ് നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാൻ ഇനിയിപ്പോ എക്സാം പാറ്റേണിലേക്ക് പോവാണ്. അപ്പൊ ഇത് ഒരു ഏകദേശം കുറച്ച് സമയം കൊണ്ട് തീരും. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിനകത്തുനിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. പക്ഷെ ഈ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100ഉം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കത്തില്ല. ഈ 100 എണ്ണത്തിനകത്ത് ഹാഫ് മാർക്ക് കാണും, 1 മാർക്ക് കാണും, 2 മാർക്ക് കാണും. മാക്സിമം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഹാഫ് മാർക്കിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ഉണ്ടാവും. എല്ലാം കൂടെ 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്.
അപ്പൊ അവിടെയാണ് നമ്മൾ എക്സാം എടുക്കുമ്പോൾ ഈ ടൈം എങ്ങനെ മാനേജ് ചെയ്ത് 120 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ ഗസ് ചെയ്തുകൊണ്ട് എക്സാമിനേഷന് ചില ഒരു 10-15 ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഗസ് ചെയ്യാം. അപ്പൊ അവിടെ ശരിയുള്ള ക്വസ്റ്റ്യൻസിന് മാർക്ക് കിട്ടും. തെറ്റാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലതായി. ടോട്ടൽ മാർക്ക് 100 പിന്നെ ക്വസ്റ്റ്യൻസ് അര മാർക്കിന്റെ ഉണ്ട്, 1 മാർക്കിന്റെ ഉണ്ട്, 2 മാർക്കിന്റെ ഉണ്ട്, മാക്സിമം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോ നെഗറ്റീവ് മാർക്കിംഗ് ഈസ് ആപ്ലിക്കബിൾ. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 120 മിനിറ്റില് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും നമ്പർ ഓഫ് ചാൻസസ്. ഒരാള് ഇപ്പൊ ഈ നവംബർ 2026 ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 5 ചാൻസ് കിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 എക്സാംസിന്റെ ഇടയ്ക്ക്. അപ്പൊ നവംബർ 2026 ഒരാള് ആദ്യമായിട്ട് പരീക്ഷ എഴുതിയാൽ നവംബറിൽ 2026 ഒരു എക്സാം, 2027 2 എക്സാം, 2028 2 എക്സാം, 2029 മെയ് എക്സാം ആകുമ്പോഴത്തേക്കും 6 എക്സാമായി. ഈ 6 എക്സാമിനകത്ത് 5 എക്സാം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് ചാൻസ് ആയിട്ട് കിട്ടത്തില്ല. പക്ഷെ ഈ 6 എക്സാമിനകത്ത് നമുക്ക് 5 ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 5 ചാൻസിനകത്ത് പാസ്സാകണമെന്നാണ് പിന്നെ മാക്സിമം 5 വർഷം 5 ചാൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 5 ചാൻസിനകത്ത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ 2020 ഒരു മെയ് മാസം കഴിയുമ്പോൾ അടുത്ത നവംബർ ആകുമ്പോൾ വീണ്ടും ആദ്യം തൊട്ട് എല്ലാ പേപ്പറും വീണ്ടും എഴുതണം. അങ്ങനെയാണ് നമ്പർ ഓഫ് ചാൻസസിന്റെ ഇത് വരുന്നത്. ഇതിപ്പോ ഓഗസ്റ്റിലാണ് ഇതിന്റെ എക്സാമിനേഷന്റെ ഇത് വരുന്നത്. എക്സാം ഫീ എന്ന് പറയുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് 4000 രൂപയും അതിന്റെ GSTയും. അതാണ് 4 പേപ്പറിനും കൂടെയുള്ള എല്ലാ പേപ്പറിനും കൂടെ ഉള്ളതാണ്. അല്ലാതെ ഇത് ഓരോ പേപ്പറിനും അല്ല, 4 പേപ്പറിനും കൂടെയാണ്, 4 സബ്ജക്റ്റിനും കൂടെയാണ് 4000 രൂപ എന്ന് പറയുന്നത്. പിന്നെ 2, 3, 4, 5 അറ്റംപ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു സബ്ജക്റ്റ് ആണെങ്കിലും 4 സബ്ജക്റ്റ് ആണെങ്കിലും 1300 രൂപയും GSTയുമാണ് പിന്നുള്ള എക്സാമിനേഷൻ ഫീ. പാസിംഗ് ക്രൈറ്റീരിയ 50 മാർക്ക്. മിനിമം മാർക്സ് ഫോർ പാസ് ഇൻ ഈച്ച് സബ്ജക്ട് ഈസ് 50 ഔട്ട് ഓഫ് 100. ടോട്ടൽ 100 മാർക്കാന്ന് പറഞ്ഞു. അതിനകത്ത് 50 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് ജയിക്കാൻ വേണ്ടത്. ഒരാൾ 4 സബ്ജക്റ്റിന് 50 മേളിൽ മേടിച്ചാൽ 200 മേളിലായി നിങ്ങൾ പാസ്സാവും. IABF ഒരു ഫെസിലിറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട്. അഗ്രിഗേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൽ ജയിക്കാനായിട്ടുള്ള മറ്റൊരു സാധ്യതകളുണ്ട്. അപ്പൊ അതിന് ഒരു കാൻഡിഡേറ്റ് 4 പേപ്പറിനകത്ത് 3 പേപ്പർ 50 താഴെ ആണെങ്കിലും ടോട്ടൽ 200 വരികയും എല്ലാ സബ്ജക്റ്റുകൾക്കും 45 കൂടുതൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ JIB പാസ്സായിട്ട് പിന്നെ കൺസിഡർ ചെയ്യും. ഇപ്പൊ ഒരാള് ഇപ്പൊ നവംബറിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഇപ്പൊ 4 പരീക്ഷയും ഒരു പ്രാവശ്യം എഴുതണം. ഇപ്പൊ നവംബറിൽ 4 എക്സാം എഴുതുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു മെയ് അല്ലെങ്കിൽ നവംബർ എക്സാമില് 4 പരീക്ഷയും കൂടെ ഒരാൾ എഴുതുകയാണെങ്കിൽ അതിനകത്ത് പിന്നെ ഏതെങ്കിലും പേപ്പറുകൾക്ക് 50 താഴെ പോയി, പക്ഷെ 45 അതിന് മേളിലോ ഉണ്ട്. അങ്ങനെ 4നും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 200 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ആള് പാസ്സായിട്ട് ഡിക്ലെയർ ചെയ്യും. അത് ഫസ്റ്റ് ചാൻസിനായിരിക്കണമെന്നില്ല. സെക്കൻഡ് ചാൻസോ, തേർഡ് ചാൻസോ, ഫോർത്ത് ചാൻസോ, ഫിഫ്ത്ത് ചാൻസോ, ഏത് ചാൻസ് ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചാൻസ് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഒരു അറ്റംപ്റ്റില് 4 പരീക്ഷയും ഒരുമിച്ച് എഴുതുന്ന ഒരു സമയത്ത് മാത്രമേ ഈ ഒരു അഗ്രിഗേറ്റ് മെത്തേഡ് വർക്ക്ഔട്ട് ആവുകയുള്ളൂ.
അപ്പോൾ പലരും ഈ അഗ്രിഗേറ്റ് മെത്തേഡിൽ പാസ്സാകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ചിലപ്പോൾ എല്ലാത്തിനും 50 മാർക്ക് കിട്ടത്തില്ല. ചില 47, 46, 48 ആയിപ്പോകും. അപ്പൊ മറ്റ് സബ്ജക്റ്റുകൾക്ക് 50-ന് മേളിൽ മേടിച്ചാൽ ടോട്ടൽ ആകുമ്പോഴത്തേക്കും നമുക്ക് 200-ന് മേളിലാവും. അപ്പൊ അങ്ങനെ നമ്മൾ പാസ്സായിട്ട് ഡിക്ലെയർ ചെയ്യും. സോ ഇത് അഗ്രിഗേറ്റ് മെത്തേഡ് 4 പേപ്പറും കൂടെ എഴുതുമ്പോൾ നമുക്ക് പാസ്സാകാനായിട്ട് സാധ്യത വളരെ വളരെ കൂടുതലാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അഗ്രിഗേറ്റ് മെത്തേഡും ഉണ്ട്. പിന്നെ ടോട്ടൽ 50% മാർക്ക് മതി. ഇപ്പൊ 50% മാർക്കിൽ നമുക്ക് 200 കിട്ടിയാലും അല്ലെ 80%, 75% എത്ര കിട്ടിയാലും നമ്മൾ JB പാസ്സായി എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഒരു ABCD എന്ന് പറഞ്ഞിട്ടുള്ള 4 കാൻഡിഡേറ്റ്, ABCD എന്ന് പറയുന്ന 4 കാൻഡിഡേറ്റ്. ഈ ഓരോരുത്തരും ആദ്യത്തെ പരീക്ഷ എഴുതി 4 പരീക്ഷ എഴുതി. ആദ്യത്തെ ആള് ഫസ്റ്റ് പേപ്പറിന് 45 കിട്ടി, രണ്ടാമത്തെ പേപ്പറിന് 45 കിട്ടി, മൂന്നാമത്തെ പേപ്പറിന് 45 കിട്ടി, 50 താഴെയാണ്. പക്ഷെ നാലാമത്തെ പേപ്പറിന് 65 അതിന് മേളിൽ കിട്ടി. 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി പാസ്ഡ്. ഇപ്പൊ അദ്ദേഹത്തിന് ടോട്ടൽ 200 കിട്ടിയുള്ളൂ, പക്ഷെ ഇദ്ദേഹം പാസ്സായി. വേറൊരാള് ആദ്യത്തെ പരീക്ഷയ്ക്ക് 49 കിട്ടി, രണ്ടാമത്തേന് 48 കിട്ടി, മൂന്നാമത്തേന് 44 കിട്ടിയുള്ളൂ, നാലാമത്തേന് 69 കിട്ടി. അപ്പൊ നല്ല മാർക്കുകളാണ് കിട്ടിയത്. പക്ഷെ എല്ലാം കൂടി 210 കിട്ടി. ഒരെണ്ണത്തിന് 44 പോയത് കൊണ്ട് ഇദ്ദേഹം ഫെയിലായി. ഫെയിലായെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനെ പാസ്സായിട്ടുള്ളൂ. ഇത് 3 പേപ്പറും, ഇത് 3ഉം ഇദ്ദേഹം ഫെയിലായി പോയി. ഇവിടെ 1 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പാസ്സായി പോയത്. അതുപോലെ C എന്ന് പറയുന്ന ആള് 44 കിട്ടി, ഒരു പേപ്പറിന് 50 കിട്ടി, ഒരു പേപ്പറിന് 46 കിട്ടി, ഒരു പേപ്പറിന് 70 കിട്ടി. അദ്ദേഹത്തിന് എല്ലാത്തിനും കൂടി 210 കിട്ടി. പക്ഷെ ഒരു പേപ്പറിന് 44 ആയതുകൊണ്ട് ഈ പേപ്പറും ഫെയിലാവും, അതുപോലെ ഈ പേപ്പറും ഫെയിലായി. ഇപ്പൊ 2 പേപ്പറിനും ഫെയിലായി സബ്ജക്റ്റ്. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അഗ്രിഗേറ്റ് മെത്തേഡ് വർക്ക് ആവത്തില്ല. കാരണം വെച്ചാൽ 4 പരീക്ഷയും കൂടെ പിന്നെ എഴുതുന്നില്ല. പിന്നെ നമ്മൾ ഫെയിലായ പേപ്പറുകൾ മാത്രമേ പിന്നെ എക്സാമിനേഷൻ എഴുതുന്നുള്ളൂ. മറ്റൊരാള് D എന്ന് പറയുന്ന ഒരാള് നല്ലതായിട്ട് സ്കോർ ചെയ്തു. ആദ്യത്തെ പരീക്ഷയ്ക്ക് 60 കിട്ടി, രണ്ടാമത്തെ പരീക്ഷയ്ക്ക് 60 കിട്ടി, മൂന്നാമത്തേന് 44 കിട്ടിയുള്ളൂ, നാലാമത്തേന് 66 കിട്ടി, ടോട്ടൽ 230 കിട്ടി. നോക്കൂ, 200 കിട്ടിയ ആള് പാസ്സായി, പക്ഷെ 230 കിട്ടിയ ആള് പാസ്സായിട്ടില്ല. കാരണം ഒരു പേപ്പറിന് 44 പോയി. അപ്പൊ ഇദ്ദേഹം അടുത്ത പരീക്ഷയിൽ ഈ മൂന്നാമത്തെ പേപ്പർ 50 മാർക്ക് നേടി വേണം ജയിക്കാൻ. അപ്പൊ അതാണ് ഈ ഒരു ഏകദേശം ഇത് വെച്ച് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് മെത്തേഡ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് 4 പേപ്പർ എഴുതുമ്പം ഇത് ഭയങ്കരമായ ഒരു ചാൻസ് ആണ്. നമുക്ക് 45 താഴെ പോവാതെ എല്ലാ പേപ്പറുകൾക്കും കൂടെ 200 മാർക്ക് ടോട്ടൽ സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഒത്തിരി നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ഒരു രീതിയിൽ JB പാസ്സാവുന്നുണ്ട്. അഗ്രിഗേറ്റ് കാരണം 4 സബ്ജക്റ്റിന് 50-ന് മേളിൽ കിട്ടാതെ ഏതെങ്കിലും 1, 2, 3 സബ്ജക്റ്റുകൾക്കൊക്കെ 50 താഴെ പോയാലും ഒരു സബ്ജക്റ്റിന് നന്നായിട്ട് സ്കോർ ചെയ്ത് അങ്ങനെ ഈ അഗ്രിഗേറ്റ് മെത്തേഡ് അനുസരിച്ചിട്ട് പാസ്സാവാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് നല്ലൊരു റൂട്ടാണ് നമുക്ക് JB ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട്. നമുക്കിനിയും സബ്ജക്റ്റുകൾ നോക്കാം. സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ JBക്ക് 4 പേപ്പറാണുള്ളത്. 4 പേപ്പർ. പണ്ട് 3 പേപ്പർ ഉള്ളായിരുന്നു. 2023 മുതലാണ് ഇത് 4 പേപ്പറാക്കിയത്. ഒന്ന് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ്. നാലാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. 2023 ഇത് 4 ആക്കിയത്. 2023 മുമ്പ് ഈ 3 പേപ്പറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 പേപ്പർ ആഡ് ചെയ്തു. ഇവിടെ മൂന്നാമതൊരു പേപ്പർ ലോ ഉണ്ടായിരുന്നു, അത്
അപ്പം അത് ഈ JIB എടുത്ത് മാറ്റി. ഇപ്പൊ 2023 മുമ്പ് പരീക്ഷ എഴുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം 3 പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്: ബാങ്കിങ്, അക്കൗണ്ടൻസി, ദെൻ ലോ. ഇപ്പൊ ലോ ഇല്ല, അതിന് പകരം എക്കണോമിക്സും അതുപോലെ റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്ന 2 പേപ്പർ ആഡ് ചെയ്തു. ഇതാണ് 4 സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും വരുന്ന ടോപ്പിക്കുകൾ നോക്കാം. ഇതിന് എല്ലാ പേപ്പറുകൾക്കും 4 മോഡ്യൂൾസ്. നമ്മൾ പിന്നെ ചാപ്റ്ററുകളല്ലാതെ ഇതിനെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ടോപ്പിക്കായിട്ട് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽസ് തന്നെ 4 ടോപ്പിക്കായിട്ട് മാറ്റിയിട്ട് ഓരോ ടോപ്പിക്കിലും 10 യൂണിറ്റ്, 15 യൂണിറ്റ്, 9 യൂണിറ്റ്, 16 യൂണിറ്റ് അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അല്ലെ 20 യൂണിറ്റ് അങ്ങനെയൊക്കെ. മൊഡ്യൂൾ എ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിക് ആർക്കിടെക്ചർ. ഇപ്പൊ ഇന്ത്യൻ എക്കോണമിക് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കോണമിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം അതൊരു പിന്നെ ശരിക്കും നമ്മളൊരു ജനറൽ അവയർനെസ് പഠിക്കുക അങ്ങനെയുള്ളൊരു കാര്യമാണ്. ശരിക്കും എക്കണോമിക് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ബാങ്കിങ് എന്ന് പറയുന്നത് രണ്ടാമത്തിനകത്ത് വരുന്നത്. അവിടെയാണ് കുറച്ച് തിയറീസും ഡിമാൻഡ് ആൻഡ് സപ്ലൈ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള പിന്നെ എക്കണോമിക്സ് ആണ്, എളുപ്പം പഠിച്ചെടുക്കാവുന്ന എക്കണോമിക്സ് ആണ് അതിനകത്തുള്ളത്. ഇപ്പോൾ കോമേഴ്സ് പഠിക്കാത്ത ആൾക്കാർക്കും ഇതൊന്നും പഠിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. വാട്സ് ബാങ്കിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു അവസരമാണ് നല്ല രീതിയിൽ ഒരു ബാങ്കറായിട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ട്. അടുത്ത ഇന്ത്യൻ ഫിനാൻഷ്യൽ ആർക്കിടെക്ചർ. അപ്പൊ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ് നമ്മളുടെ പിന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, അതുപോലെ കൺട്രോൾ റെഗുലേറ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നതാണ്. മണി മാർക്കറ്റ്, സെബി, RBI ഇങ്ങനെ വരുന്നത്. ഫൈനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിനകത്ത് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ 4 മോഡ്യൂളിൽ നിന്നും IABF പറയുന്നത് ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുക്കുന്നതെന്നാണ്. നമുക്കറിയാം ഈക്വൽ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനകത്തുനിന്നും കറക്റ്റ് 25 മാർക്ക് ആയിരിക്കണം എന്നില്ല. ഈ എക്കണോമിക്സിന്റെ ഇതുവരെ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് സിയും ഡിയിൽ നിന്നും ഒരു 55 മാർക്കൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും ഒരു 45 മാർക്ക്. ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരണമെന്നില്ല. ഇപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചെങ്കിൽ ചില സമയങ്ങളിൽ 48ഉം 52ഉം ആകാം, അല്ലെ 50ഉം ആകാം. അത് വലിയൊരു വേരിയേഷൻ ഉണ്ടാകത്തില്ല. ഇപ്പൊ 4 പിന്നെ മോഡ്യൂൾസും ഒരേ രീതിയിൽ തന്നെ അവര് കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില സമയങ്ങളിൽ കറക്റ്റ് 25 അല്ലാതെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. രണ്ടാമത്തേതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. ഇവിടെ നമ്മുടെ പിന്നെ ഡേ ടു ഡേ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് മിക്കവാറും വരുന്നത്. ജനറൽ ബാങ്കിങ് ഓപ്പറേഷൻ, ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജനറൽ ബാങ്കിങ് ഓപ്പറേഷൻ. അവിടെ ഡെപ്പോസിറ്റ്സ്, ഇപ്പൊ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, KYC, പിന്നെ ചില 2-3 ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാങ്കിങ് ഓംബുഡ്സ്മാനെ പറ്റി, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പിന്നെ ക്ലിയറിങ്, ക്യാഷ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്, നോമിനേഷൻ, ജോയിന്റ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബാങ്കിങ് എന്താണ്, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണ്, ഇതൊക്കെയാണ് ജനറൽ ബാങ്കിങ് ഓപ്പറേഷൻസ്. അപ്പൊ നമ്മൾ ബ്രാഞ്ച് അഡ്വാൻസസ് അല്ലാതെ ഡെപ്പോസിറ്റ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ജനറൽ ബാങ്കിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്യൂൾ A അതിനകത്ത് വരുന്നത്. മൊഡ്യൂൾ B എന്ന് പറയുമ്പോൾ ലെൻഡിങ് ഓപ്പറേഷൻസ് ഓഫ് ബാങ്ക്സ്, അതാണ് നമ്മുടെ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് തൊട്ട് പലതരത്തിലുള്ള ലോൺസ് ഏതാ, അഡ്വാൻസ് ഏതാ, പ്രൈവറ്റ് സെക്ടർ എന്താണ്, ഗവൺമെന്റ് സ്പോൺസർഡ് സ്കീംസ് എന്താണ്, ഫണ്ട് ബേസ്ഡ്, നോൺ ഫണ്ട് ബേസ്ഡ്, NPA, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ ഒരു മോഡ്യൂൾ ലെൻഡിങ് ഓപ്പറേഷൻ. ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട 2 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സും രണ്ടാമത് ലെൻഡിങ്ങുമാണ്. അത് രണ്ടും
നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ അത് ലോണായിട്ട് കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ടും ഈ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസിന്റെ ആദ്യത്തെ 2 മോഡ്യൂളിൽ തീരും. അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് മജോറിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അപ്പൊ ഇവിടെ ഈക്വൽ ആയിട്ടുള്ളതായിരിക്കത്തില്ല. ഈ 2 മോഡ്യൂളിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. ബാങ്കിങ് ടെക്നോളജി. അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ മാത്രമല്ല, ബാക്കി എല്ലാ സെക്ടറുകളിലും വളരെയധികം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ബാങ്കിങ്ങിൽ അത് വളരെ ഭയങ്കരമായിട്ട് പിന്നെ നമുക്കറിയാം UPI അങ്ങനെയുള്ള പേയ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, GPay ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ പിന്നെ ഏത് സാധനങ്ങൾ 10 രൂപയുടെ 5 രൂപയുടെ എന്ത് സാധനങ്ങൾ വാങ്ങണമെങ്കിലും ഏത് കടയിലാണെങ്കിലും, ഈവൻ വെജിറ്റബിൾ ഷോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് കടയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ്. അപ്പൊ അത്രയധികം ടെക്നോളജി അഡ്വാൻസ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ബാങ്കിങ് ടെക്നോളജി, കോർ ബാങ്കിങ് എന്താണ്, അതുപോലെ റെമിറ്റൻസ്, NEFT, RTGS ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതെല്ലാം നോർമൽ ബാങ്കിങ്ങിൽ നിന്നുള്ള അഡ്വാൻസ്മെന്റ് ആണ്. അതെല്ലാമാണ് ഈ ബാങ്കിങ് ടെക്നോളജി. പിന്നെ മോഡ്യൂൾ D എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ ബാങ്ക്സ് ആൻഡ് ഫിനാൻസ്. ഇത് പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ കാര്യം, നമ്മൾ പബ്ലിക്കിന്റെ പൈസ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ വിശ്വസ്തയോടെ നമ്മുടെ ബാങ്കിൽ കൊണ്ട് പിന്നെ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുകയും അവിടെ പണം നിക്ഷേപിക്കുകയും ചെയ്യുന്ന ആൾക്കാര് ഇപ്പം ബാങ്കിന്റെ ഭാഗത്തു നിന്നും, ബാങ്കിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും വളരെയധികം എത്തിക്സ്, ഒരു എത്തിക്കൽ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു ഡെപ്പോസിറ്റേഴ്സോ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനാണ് കൊണ്ടുപോകണം. അതുകൊണ്ട് ചെറിയൊരു മോഡ്യൂളാണ്. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തും കൂടെ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ ഇതിനകത്ത് മോഡ്യൂൾ സിക്ക് 2025 തന്നെ ചോദിക്കാം. മോഡ്യൂൾ ഡിയിൽ നിന്നും ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് അതിനകത്ത് ഒരു 20 മാർക്കിന്റെ ആയിരിക്കും. അത് വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും ഒരു 4-5 മാർക്കിന്റെ വ്യത്യാസം. മൂന്നാമത്തേതാണ് നമ്മളെ അക്കൗണ്ടൻസി. അപ്പൊ ആദ്യത്തേത് ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. അത് IE ആൻഡ് IFS എന്ന് നമ്മൾ IEIFS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. രണ്ടാമത്തേത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്. അത് നമ്മൾ PPB, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, PPB എന്ന് ഷോർട്ട് ഫോമിൽ പറയും. അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയും. ബാങ്കിങ്ങിന്റെ ഇപ്പൊ നമ്മൾ പിന്നെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ബാങ്കിങ്ങിന്റെ ക്ലാസ് ആണ്, അല്ല PPB ആണ്, പേപ്പർ 2 ആണ് എന്ന് പറഞ്ഞ എല്ലാം ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇത് AFMB, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ്, AFMB. സോ ഇത് സാധാരണ ഇതിൽ പറയുന്നത് അക്കൗണ്ടൻസി. പലരും പറയാറുണ്ട് അക്കൗണ്ടൻസി എനിക്ക് കുറച്ച് ടഫാണ്, ഞാൻ അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ല എന്നൊക്കെ. അപ്പൊ അതാണ് ഈ ഒരു പിന്നെ മൂന്നാമത്തെ പേപ്പറായിട്ട് വന്നിരിക്കുന്നത്. അതിനകത്ത് മോഡ്യൂൾ എയും ബിയുമാണ് ശരിക്കും അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ട് ഈ കോമേഴ്സുകാർ പഠിക്കുന്ന അക്കൗണ്ടൻസി വരുന്നത് ഈ മോഡ്യൂൾ എയും ബിയും. മോഡ്യൂൾ സി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിനകത്ത് അക്കൗണ്ടൻസിയുടെ പിന്നെ അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. പക്ഷെ അതിനകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, പ്രസന്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, അതുപോലെ തന്നെ EMI കാൽക്കുലേഷൻ, അത് അങ്ങനെ ബോണ്ട് വാല്യുവേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച്, വർക്കിംഗ് ക്യാപിറ്റൽ അസസ്മെന്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അക്കൗണ്ടൻസിയിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നത്. നാലാമത്തേനകത്ത് ടാക്സേഷൻ, GST ആൻഡ് ഇൻകം ടാക്സ് വളരെ ചെറിയതായിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് ടാക്സ് കാൽക്കുലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ടാക്സേഷൻ ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ട്സ് വളരെ ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടൻസിയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് മോഡ്യൂൾ ഡി. ഇതൊക്കെ അക്കൗണ്ടൻസിയുടെ കണക്ക് അങ്ങനെ വലിയ ആയിട്ടുള്ള കണക്കുകളൊന്നും അങ്ങനെയൊന്നും ചോദിക്കില്ല. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചെക്കിങ് ആയിരിക്കും ഉണ്ടാവുക. നാലാമത്തെ റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. JIB എക്സാംസിൽ ഏറ്റവും ഈസി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് എല്ലാവരും ഈ റീറ്റെയിൽ ബാങ്ക് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് ആണ്. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത്
പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതെങ്കിലും സബ്ജക്റ്റിൽ കുറവുണ്ടെങ്കിൽ എല്ലാവരും അത് മേക്കപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്ജക്റ്റാണ് റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. അതിനകത്ത് 4 മോഡ്യൂളുണ്ട്. റീറ്റെയിൽ ബാങ്കിങ് അതാണ് ചെറിയൊരു മോഡ്യൂൾ. എന്താണ് റീറ്റെയിൽ ബാങ്കിങ് എന്നുള്ളതിനെ പറ്റി. റീറ്റെയിൽ പ്രോഡക്ട്സ് അതിനകത്ത് വരുന്ന ഡെപ്പോസിറ്റ്, അഡ്വാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ ബാങ്കിങ്ങിനകത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്ങിൽ പഠിച്ച പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിനകത്തും വരുന്നുണ്ട്. മോഡ്യൂൾ സി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ്. മോഡ്യൂൾ ഡി എന്ന് പറയുന്നത് വെൽത്ത് മാനേജ്മെന്റ്. ഇതാണ് റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. ഇത് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു പേപ്പറാണ്. ഇതിനകത്ത് മാത്രം ഈ 4 മോഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മുടെ ബുക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ 4 മോഡ്യൂൾ കഴിഞ്ഞിട്ട് ഈ ഒരു സബ്ജക്റ്റ് റീറ്റെയിൽ ബാങ്കിങ് ആൻഡ് വെൽത്ത് മാനേജ് RBW ആണ്. ഇത് റീറ്റെയിൽ ബാങ്കിങ് ഇതിനകത്ത് 4 മോഡ്യൂൾ കഴിഞ്ഞിട്ട് അഡീഷണൽ റീഡിംഗ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, ക്രെഡിറ്റ് കാർഡിന്റെ കാൽക്കുലേഷൻ, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ, FSI കാൽക്കുലേഷൻ, അതുപോലെ മോർഗേജ്, ഹൗസിംഗ് ലോണിന്റെ അങ്ങനെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനകത്ത് റൂൾ 72 എന്ന് പറഞ്ഞിട്ട് ഡബിൾ ആകുന്നതാണ്, EMI കാൽക്കുലേഷൻ, ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതും അതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ 4 മോഡ്യൂൾ അല്ലാതെ അവസാനം വരുന്ന പാർട്ടും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇതാണ് 4 സബ്ജക്റ്റുകൾ ഉള്ളത്. ഈ 4 സബ്ജക്റ്റുകൾ നമുക്ക് വളരെ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ബുക്സ് വായിക്കാൻ നന്നായിട്ട്, അത് കഴിഞ്ഞിട്ട് ക്ലാസ്സുകൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് റെഡി ആവും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നതിനകത്ത് ഓരോ സബ്ജക്റ്റിന്റെ 1100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മൊത്തം 4400 ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതും കൂടെ ഇതിന്റെ കൂടെ വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അവിടെ അവർ ഫോം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ രീതിയിൽ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും അത് കേൾക്കാനുള്ള അവസരവും ഉണ്ട്, റെക്കോർഡിങ്. അപ്പൊ ഈ ഒരു JB എന്ന് പറയുന്ന പരീക്ഷ വളരെ ബുദ്ധിമുട്ട് ഇല്ലാതെ പാസ്സാകാവുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോ നവംബറിലെ എക്സാം ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 1 തുടങ്ങും. 1 തൊട്ട് 7 വരെ നമ്മൾ മുമ്പേ പറഞ്ഞ 4300 രൂപ അതിന്റെ GST-യുമാണ് വരുന്നത്. 8-ാം തീയതി തൊട്ട് 14-ാം തീയതി വരെ. അപ്പൊ ഒരാഴ്ചത്തേക്കേ ഉള്ളൂ നോർമൽ ഫീ. 8-ാം തീയതി തൊട്ട് ഒരു ചെറിയൊരു ഫീനൽ ഒരു 100 രൂപയും കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ 4300 ഒരു 100 രൂപയും കൂടെ അടക്കേണ്ടി വരും. 14-ാം തീയതി കഴിഞ്ഞാൽ 15-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ 200 രൂപ അഡീഷണൽ ആയിട്ടാണ്. ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇത് എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സാമിനേഷൻ ഡേറ്റുകൾ 1 നവംബറിൽ IIFS പേപ്പർ 1 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 21 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പരീക്ഷ. അപ്പോൾ അത് വളരെ വലിയൊരു ഗ്യാപ്പ് അവിടെ കിട്ടുന്നുണ്ട് ബാങ്കിങ്ങിന് വേണ്ടി പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ അടുത്ത ശനി ഞായറും 4th സാറ്റർഡേ ആൻഡ് സൺഡേ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജർ ലിറ്റിൽ ബാങ്കിങ്. ഓൾറെഡി ഈ ഡേറ്റുകളെല്ലാം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം 100 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു സ്ക്രീനിൽ നമ്മുടെ സ്കോർ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ ഔട്ട് ഓഫ് 100 നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടി. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് മെത്തേഡിലും നല്ലൊരു കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. ഇനിയിപ്പം JB തീർച്ചയായിട്ടും എല്ലാവരും JB പാസ്സാകണം. അതാണ് ബാങ്ക് മാനേജ്മെന്റിന്റെ ആഗ്രഹവും
അപ്പൊ അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരും അത് JIB അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ ഞാൻ JIB പാസ്സായിരിക്കണം എന്നുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു ഒക്ടോബർ പകുതി അല്ലെങ്കിൽ ഒരു 20-ാം തീയതി പരീക്ഷയ്ക്ക് നവംബർ നമ്മൾ മുമ്പേ കണ്ടായിരുന്നല്ലോ, അതിന് മുമ്പ് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നവംബർ 1 ആണ്. അപ്പൊ ഒരു ഒക്ടോബർ 20 ആകുമ്പോഴേക്കെങ്കിലും ക്ലാസ്സുകൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് തീർത്തിട്ട് ചില റിവിഷനും ഒക്കെ തന്നുകൊണ്ടുള്ള ഒരു ക്ലാസിന്റെ പരിപാടിയായിട്ടാണ് ഈ എഡ്യൂകോസ് ടൈം ടേബിൾ ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ ലൈവ് ക്ലാസ്സുകളും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. റീഡ് സ്റ്റഡി നോട്ട്സ് അത് റെഗുലറായിട്ട് വായിക്കണം. നമ്മുടെ സ്റ്റഡി നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു 100% അതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ജൂലൈ 8 ഓഗസ്റ്റ് ഫുള്ള്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസവും ഇന്നിപ്പോ ഒരു 23 ദിവസമുണ്ട്. അപ്പം ഏതാണ്ട് ഒരു 140 ദിവസം, അടുത്ത ഒരു 140 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2 hours ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 50 മാർക്കിന് പകരം മിനിമം ഒരു 55-60% മാർക്ക് വേണ്ടി ജയിക്കാനായിട്ട് സാധിക്കും. പിന്നെ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നോട്ട്ബുക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കും പേനയും കയ്യിൽ വേണം. എന്നിട്ട് കുറിച്ചിടണം. ലെക്ചർ നോട്ട് എന്ന് പറയുന്ന പോലെ പറയുന്നത്. എന്നിട്ട് ആ ടോപ്പിക്ക് ബുക്കിനകത്ത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെയധികം കറവയാകും. അവധി ദിവസങ്ങളിൽ ഇത് ഹോളിഡേസിലൊക്കെ അതൊന്ന് റിവൈസ് ചെയ്യുക. അടുത്ത ഒരു 6 മാസത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക. നമുക്ക് ബാങ്കിൽ പോകണം, തീർച്ചയായിട്ടും അതിന് ഒത്തിരി സമയം എടുക്കും. പിന്നെ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ഇതിന് JIB വേണ്ട, അല്ലെ അത് സമയം കിട്ടുവാണെങ്കിൽ വായിക്കാം, അങ്ങനെയുള്ള ഒരു ചിന്ത കളഞ്ഞിട്ട് ഈ അടുത്തൊരു 4 മാസം എഡ്യൂക്കേഷനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഡ്യൂക്കേഷന്റെ സപ്പോർട്ടുകളുടെ നിങ്ങളൊരു 80% എങ്കിലും നിങ്ങൾ അത് അവർ പറയുന്നത് കേൾക്കുകയും അതുപോലെ തന്നെ അവർ തരുന്ന ഫെസിലിറ്റീസിന്റെ ഒരു 80-85% യൂട്ടിലൈസ് ചെയ്താൽ തന്നെ ഈസി ആയിട്ട് JIB പാസ്സാകുന്നതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യണം. അപ്പൊ ക്ലാസ്സുകളുടെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ ടൈമിലാണെന്നുള്ളത് അക്ഷയ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മൾ ടൈം ടേബിൾ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ തരും. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ്ഡും സബ്ജക്ട് എക്സ്പേർട്സുമാണ്. അപ്പൊ നിങ്ങൾ ഏത് സബ്ജക്റ്റിനെ പറ്റി എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അത് 100% ഇമ്മീഡിയറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വിതിൻ 24 hours നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതുവഴി 24 hours തന്നെ ഏത് ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ്, ഇതെങ്ങനെയാണ് നമ്മളെ 2 മണിക്കൂർ കൊണ്ട് എക്സാം ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്, നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നും ഫാക്കൽറ്റീസിന്റെ ഭാഗത്തു നിന്നും ബാക്ക് ആൻഡ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും 100% നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവും. ഓരോരുത്തരും നമ്മുടെ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരും ഒരു ഡിസിഷൻ എടുക്കുക. ഈ നവംബറിൽ ഞാൻ JIB പാസ്സായിരിക്കും. ആ ഒരു തീരുമാനം എടുത്താൽ തന്നെ നിങ്ങൾക്ക് 50% ജയിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് സമയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ 24 മണിക്കൂറിനകത്ത് നമുക്ക് ഒരു മണിക്കൂർ എക്സ്ട്രാ ക്ലാസ് അല്ലാതെ 1 മണിക്കൂർ എക്സ്ട്രാ അത് കഴിയുന്നതും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റോ എങ്ങനെയും നമുക്ക് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഹോളിഡേയ്സ് ആണെങ്കിലും
കഴിയുന്നതും ഈ ഒരു 3-4 മാസത്തേക്ക് കൂടുതൽ യാത്രകളൊന്നും ഒഴിവാക്കിയിട്ട് ഒരു 2 മണിക്കൂർ ഹോളിഡേയ്സ് യാത്ര ചെയ്യുകയാണെങ്കിലും ഹോളിഡേയ്സിൽ ഒരു 2 മണിക്കൂർ മിനിമം JIBക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം തന്നെ പാസ്. അത്രയ്ക്ക് സപ്പോർട്ട് എഡ്യൂക്കേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഇവിടെ എത്ര പേര് ക്ലാസ്സിലുണ്ട്, എല്ലാവരും പാസ്സാകാനുള്ള സാധ്യത, ഒരു സംശയവും ഇല്ലാതെ പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. ബാങ്കേഴ്സ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് ദം ഫ്രം പാസിംഗ് JIB. അപ്പൊ അതാണ് ഇതിനെപ്പറ്റി പിന്നെ എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം ക്ലാസിന്റെ അക്ഷയ ക്ലാസ് ടൈമിംഗ് ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഡേറ്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യാം. സർ, നമുക്ക് ഇവർക്ക് ഗ്രൂപ്പില് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. ജനറൽ ആയിട്ട് പറഞ്ഞാൽ വൈകിട്ട് ഈ സമയത്ത് തന്നെ ആയിരിക്കും മിക്കവാറും ക്ലാസ്സുകൾ വരിക. 8:30 മുതൽ 10 മണി വരെ നമ്മുടെ ക്ലാസിന്റെ സമയം. ഓരോ ദിവസം ഏത് ടോപ്പിക്കാന്നുള്ളത് നമുക്ക് ടൈം ടേബിൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇനിയിപ്പോ ഈ എക്സാമിനെ പറ്റിയോ സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷനെ പറ്റി, മെമ്പർഷിപ്പിനെ പറ്റി, പിന്നെ ചാൻസുകളെ പറ്റി, അല്ലെ പാറ്റേണിനെ പറ്റി, ഇതിനെപ്പറ്റി എന്തെങ്കിലും, പിന്നെ മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടുകളെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പിന്നെ ആണെങ്കിലും ഇവിടെ പിന്നെ ബാക്ക് എൻഡിലെ സ്റ്റാഫ് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി തരുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ തന്നെ ചോദിക്കാവുന്നതാണ്, നമ്മളത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ. എക്സാം പാറ്റേണിനെ പറ്റിയോ സബ്ജക്റ്റിനെ പറ്റിയോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നാളെ അല്ല നാളെ കഴിഞ്ഞിട്ടോ ആയിരിക്കും. അത് നമ്മുടെ ബാക്ക് എൻഡിൽ നിന്ന് അറിയിക്കും. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൈഡേ തൊട്ട് ക്ലാസ് ഉണ്ടാകും. പക്ഷെ ഫീസിന്റെ കാര്യം ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫീസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേര് നോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മള് പിന്നെ ഇത് അഡ്വർടൈസ്മെന്റിനകത്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഫീസിന്റെ ഡീറ്റെയിൽസ്. അതിലെ ഡീറ്റെയിൽസ് ഉണ്ട് സർ. ഇതിപ്പോ നമ്മുടെ ക്ലാസിന്റെ ഫീസിന്റെ ആണോ ചോദിച്ചത് അതോ എക്സാമിന്റെ ഫീയുടെ കാര്യമാണോ? കമറുന്നിസ പിന്നെ ഫീസ് ചോദിച്ചത് എക്സാം ആപ്ലിക്കേഷൻ ആണോ അതോ രണ്ടും? ഓക്കെ. എക്സാമിനേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് 4300 രൂപയും 4 പേപ്പറിനും കൂടെ 4300 രൂപ. സിംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 4 പേപ്പറും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ചാൻസിൽ 4300 പ്ലസ് GST ആണ് അടയ്ക്കേണ്ടത്. മറ്റേ എഡിക്കോസിന്റെ ഫീസ് അക്ഷയ പറഞ്ഞു കൊടുക്കുക. നമുക്ക് 4 പാക്കേജ് ആണ് ഉള്ളത്. ലൈവ് ക്ലാസ് ഉള്ള പാക്കേജുകളുണ്ട്, ലൈവ് ക്ലാസ് ഇല്ലാത്ത റെക്കോർഡ് ക്ലാസ് ഉള്ള പാക്കേജ് ഉണ്ട്. അപ്പൊ നമുക്ക് മാമിന്റെ നമ്മുടെ നമ്പർ ഇപ്പൊ ഞാൻ മെസ്സേജ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ മാമിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫീസും നമ്മുടെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ മാമിനോട് ഡയറക്റ്റ് പറയാം. ഞാൻ നമ്പർ മെസ്സേജ് അയച്ചിട്ടുണ്ട് മാം. അപ്പൊ മാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, മാമിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ നമ്പർ ഇപ്പൊ വാട്സാപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. 7736. ആരെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ.
7736193600. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതുപോലെ മുമ്പോട്ട് പിന്നെ എക്സാം കഴിയുന്നത് വരെ നിങ്ങളോടൊപ്പം എല്ലാ സ്റ്റാഫുകളും എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടാവും. ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 7736193600 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പക്ഷെ വേറെ നമ്മുടെ പിന്നെ ഗോകുട്ടൻ സാറോ അല്ലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മളത് സ്റ്റോപ്പ് ചെയ്യണോ? ഗോകുട്ട സാർ, ഉണ്ണി സാർ ക്ലാസ്സിലുണ്ട്. അപ്പൊ അവരൂടെ 2 വാക്ക് ഒരു സ്റ്റുഡൻസിനോട് പറയാവുന്നതാണ്. ഉണ്ണി സാർ വീഡിയോ ഓണാക്കാൻ പറ്റുമോ? ഗുഡ് ഈവനിങ്. മോഹൻ സാർ ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയും നമുക്കായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിലെ ഫസ്റ്റ് പേപ്പറിലെ എക്കണോമിക്സും ഇന്ത്യൻ എക്കണോമിക്സും കൂടെ ചേർന്നൊരു ഭാഗമാണ്. അതിനകത്തിലെ മൊഡ്യൂൾ എയും മൊഡ്യൂൾ ബിയുമാണ് എക്കണോമിക്സ് എന്ന് പറയാനുള്ളത്. ബാക്കി ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റമാണ്. അതിലെ ഫസ്റ്റ് പാർട്ട് മൊഡ്യൂൾ എ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമിയാണ്. നമ്മുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിവിധ സെക്ടറുകളെ പറ്റിയും നമ്മളുടെ ഓരോ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയും ഒക്കെ ഉള്ള ഒരു പൊതുധാരണ നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റി അറിയാൻ വേണ്ടിയാണ് ആ ഒരു ഭാഗം മൊഡ്യൂൾ എ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ ബി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ എക്കണോമിക്സ്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും, മൊഡ്യൂൾ 2 എന്ന് വെച്ചാൽ എക്കണോമിക്സ് ആണ്. അത് സാമ്പത്തിക ശാസ്ത്രമാണ്. അത് ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. ബേസിക് എക്കണോമിക്സിൽ നമ്മളെ ചിലപ്പം എന്തെങ്കിലും +2-നും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. +1-നും +2-നും. +1-ന് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടുണ്ട്. +2-ന് എക്കണോമിക്സ് ഉണ്ട്. ആ ഭാഗമാണ് അതിൽ കുറച്ചുകൂടെ ആധികാരികമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഉള്ള ഒരു ഭാഗമാണ് ഇത് വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത, നമ്മളിപ്പം ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ഇപ്പം നമ്മുടെ +2-നോ +1-നോ അല്ല BA എക്കണോമിക്സോ എല്ലാം പഠിച്ചപ്പോൾ നമ്മൾ പൊതുവായി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നു. നമുക്കങ്ങ് essay എഴുതിയാൽ മതി. അതിലെ കുറച്ച് പോയിന്റൊക്കെ വിട്ടുപോയാലും നമുക്ക് മാർക്കൊന്നും പോകത്തില്ല. കാരണം നമുക്ക് ഒരു 5 മാർക്കിൻ്റെ essay, 2 മാർക്കിന് ഷോർട്ട് നോട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയും ജയിച്ചു പോകാം. ഇത് അങ്ങനെ പറ്റുന്നില്ല. ആ കാര്യങ്ങളുടെ ആധികാരികമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒബ്ജക്റ്റീവ് ടൈപ്പ് എഴുതാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ആധികാരികമായി പഠിക്കുകയാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഭാഗം രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എക്കോണമി എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളെന്ന് കേട്ടാൽ തന്നെ കുറച്ച് നമ്മുടെ GDP-യും അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രൈമറി സെക്ടറിലും, അതായത് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി, ആ സെക്ടറിലൊക്കെ ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഒക്കെ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ GDP എന്താണെന്നോ ഒക്കെ പഠിക്കുന്നതിന് സാധാരണ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ സാധാരണ ഒരാൾക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാരണം അത് കാര്യങ്ങളെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതങ്ങ് ഉറപ്പാകും. ഈ എക്കണോമിക്സിൻ്റെ ഭാഗം വരുമ്പോഴാണ് തിയറിയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ആൻസറൊക്കെ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് മറ്റൊരു ഗുണം കൂടിയുണ്ട്. മറ്റേ നിങ്ങളൊരു essay, ഇപ്പോൾ ഒരു ഡെഫിനിഷൻ, എക്കണോമിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഉദാഹരണത്തിന് വെൽഫെയർ ഡെഫിനിഷൻ എന്താണെന്നായിരിക്കും നമ്മുടെ BA-ക്കും അതുപോലെ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. അതിനകത്ത് BA-ക്ക് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് എഴുതണം. +2-നായാലും ഡെഫിനിഷൻ എന്താണെന്ന് എഴുതണമായിരുന്നു. പക്ഷെ ഇവിടെ അതുമില്ല. ഡെഫിനിഷൻ മൊത്തം നിങ്ങൾക്ക് തരും. എന്നിട്ട് അത് ഏത് ഡെഫിനിഷനാണെന്നുള്ള ആ ചെറിയ പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ആ ഡെഫിനിഷൻ മൊത്തം കാണാൻ പഠിക്കേണ്ടി വരുന്നില്ല.
ആ ഡെഫിനിഷന്റെ ഒരു ചെറിയ ഭാഗം അറിഞ്ഞാൽ തന്നെ ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യനകത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. മറ്റ് നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെറുതും നമ്മൾ എഴുതേണ്ടത് കൂടുതലുമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് വലിയ കാര്യങ്ങൾ, ഇപ്പം ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അങ്ങ് മൊത്തം പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഡിമാൻഡ് സപ്ലൈയുടെയോ ഡിമാൻഡിന്റെ ഡെഫിനിഷനോ അല്ലെങ്കിൽ സപ്ലൈ ഡെഫിനിഷനോ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡോ ഇതൊക്കെ അറിയുമ്പോൾ ആ എല്ലാം കാണാതെ പഠിച്ച് തന്നെ പോകണമെന്നില്ല. അതിൻ്റെ ഒരു ഏകദേശം ഒരു അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ആ രൂപത്തിൽ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പൊതുവായൊരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതുകൊണ്ട് ചിലപ്പം ഒരു ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് അറിഞ്ഞത് കൊണ്ട് മാത്രം ചിലപ്പം പരീക്ഷയ്ക്ക് ഇപ്പം ലോ ഓഫ് ഡിമാൻഡിന്റെ എക്സംഷൻസ് എന്തൊക്കെയായിരിക്കും, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സംഷൻ ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്നായിരിക്കും, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ എക്സംഷൻസ് എല്ലാം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അതിലില്ലാത്ത ഏതാണെന്ന് അറിയാനൊക്കത്തുള്ളൂ. അങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന അവസരത്തിൽ നമ്മൾ ഏതെങ്കിലും 1, 2, 3 2 എക്സംഷൻ പഠിച്ചുകൊണ്ട് പോയാലും മറ്റേ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ അതെങ്കിലും എഴുതി അതിന്റെ മാർക്കിലും കിട്ടി. ഇതിപ്പോ എല്ലാ എക്സംഷനും അറിഞ്ഞാൽ മാത്രമേ ഏതാണ് അല്ലാത്തതെന്നൊക്കെ അറിയാനൊക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനൊരു ഒരു സാധാരണഗതിയിൽ ഇപ്പൊ ഇതെന്ന് പറയുന്നുണ്ടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ അല്ല. ജയിച്ചാൽ മതി, ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എങ്ങനെയും 50 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് നിങ്ങളെ ആരും കോമ്പീറ്റ് ചെയ്യാൻ വരുന്നുമില്ല. നിങ്ങളുടെ കാര്യം മറ്റൊരാളെ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾക്കൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് 50 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയ പ്രയാസമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഈ മേഖലയിലൊക്കെ നിങ്ങൾ എത്തിപ്പിടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് ആയിരിക്കുകയില്ലല്ലോ. അപ്പം മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു വിഷയത്തെ പറ്റി ഞാൻ പഠിച്ചിട്ടേ ഇല്ല, ഞാൻ BSc ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, എനിക്ക് എക്കണോമിക്സ് ഒക്കെ എങ്ങനെ ശരിയാണെന്ന് വെച്ചാൽ അതൊക്കെ പഠിച്ചെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും നിസ്സാരമായിരിക്കും. അപ്പം അതുകൊണ്ട് അതിനകത്തിലൊന്നും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. കേൾക്കുമ്പം ഏതാണ്ട് വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ, എന്തുമായിരിക്കും, അത് നമുക്കറിയാമല്ലോ. നമ്മൾ ഇതിനേക്കാൾ വലിയ കേട്ട് പിന്നെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ അത്രയൊന്നും കാര്യങ്ങളില്ല എന്ന് നമുക്കറിയുകയും ചെയ്യും. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ശ്രമം നടത്തുക. വേണ്ടതുപോലെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാവുന്നതേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും ഇതിനകത്ത് പ്രയോഗിക്കേണ്ടി വരുന്നില്ല. സാറ് പറഞ്ഞതുപോലെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി, അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ പറ്റില്ലെന്നും കൊണ്ട് അല്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഈ നോട്ട്സ് മാത്രം വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് അങ്ങോട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചാലേ ചിലപ്പോൾ എഴുതാനൊക്കത്തുള്ളൂ. അതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഡൈവേർട്ട് ചെയ്തൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എഴുതാനൊക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ എന്താണെന്നുള്ളത് അർത്ഥം മനസ്സിലാക്കി തന്നെ പോകുന്നതായിരിക്കുന്നുണ്ട്. അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വായിച്ചാലും നമുക്കിതെന്താണ്, ഇപ്പം ഈ ലോ ഓഫ് ഡിമാൻഡ്, പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് ലോ ഓഫ് ഡിമാൻഡ്, അതായത് ഡിമാൻഡും പ്രൈസും തമ്മിലല്ല. അങ്ങനെ ആകുമ്പം ഒരു ചെറിയ ബന്ധം തന്നെ വ്യത്യാസം മാറി വരുന്നു. പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പറയുന്നതും അതിനല്ലയോ ഡിമാൻഡും പ്രൈസും എന്തിനപ്പോൾ ധരിച്ചാൽ തെറ്റി. അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് എളുപ്പമാകും. പിന്നെ ബാക്കി ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഗോകുട്ട സർ. ഗുഡ് ഈവനിങ്. നിങ്ങൾ ഈ കോഴ്സ് സംബന്ധിച്ചും അതിൻ്റെ ഫീസ്, പിന്നെ സബ്ജക്റ്റ്, എല്ലാ ഡീറ്റെയിൽസും വല്യപ്പൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലളിത സാർ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറുണ്ട്. ആ കൂട്ടത്തിൽ അക്കൗണ്ടിങ് വരുന്നില്ല. പക്ഷെ നമുക്കത്, നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്കത് മാറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ വളരെ മിടുക്കരാണ്. കാരണം ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെയൊക്കെ എത്തപ്പെട്ടത് വെറും
മോശപ്പെട്ടവരായതുകൊണ്ടല്ല, വളരെ ബുദ്ധിയും അതനുസരിച്ചുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ആ രീതിയിലായിരിക്കും പോവുക. പക്ഷെ ഒരു കാര്യം അതിനകത്തുള്ളത്, ഈ മറ്റ് സബ്ജക്റ്റുകളെല്ലാം ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഹാജരാവണം എന്നുള്ള നിർബന്ധമാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, കുട്ടികളല്ല നിങ്ങൾ. പക്ഷേ ഒരു ദിവസം ഇപ്പോൾ ഞാൻ അങ്ങനെ വേണമെന്നല്ല പറഞ്ഞു. ഒരു ദിവസം നമുക്ക് ഇപ്പോൾ എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ദിവസം അതിൻ്റെ നോട്ട്സ് എഴുതി എടുത്തിട്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമുക്ക് പതുക്കെ, അല്ലെങ്കിൽ അടുത്തൊരു മോഡ്യൂൾ വരുമ്പോൾ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതായിരിക്കും പറഞ്ഞു പോകും. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യ ദിവസം എന്തിൽ തുടങ്ങുന്നുവോ അതിങ്ങനെ കണക്ട് ചെയ്തായിരിക്കും മുമ്പോട്ട് പോകും. നിങ്ങൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ പറയുന്നത് മനസ്സിലായില്ല എന്ന് തോന്നും. കാരണം നമ്മൾ ഈ 3 മാസം കൊണ്ടുവന്ന്, സാറ് പറഞ്ഞ 120 ദിവസം കൊണ്ടുവന്നു, അത് 4 സബ്ജക്റ്റുകൾക്ക് വീതിച്ചെടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് എത്ര ദിവസം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ദിവസം എടുക്കുന്ന 1.5 മണിക്കൂറാണ്. അപ്പോൾ ആ ഒരു സമയപരിമിതി അതിനകത്തുണ്ട്. അത് നമുക്കല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ നമുക്കിതൊരു 2 വർഷത്തെ കോഴ്സ് ആക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇരിക്കത്തുമില്ല. അതങ്ങനെ പഠിക്കാനുള്ളതല്ല ഇത്. നിങ്ങൾക്ക് അതിനൊക്കെ സമയമില്ല. ഇത് സാറ് പറഞ്ഞതുപോലെ ചില സാമ്പത്തിക ലക്ഷ്യങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനിറങ്ങിയത്. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ്സിൽ ഹാജരാകാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ചോദിക്കുക. അത് മിക്കവാറും അപ്പോഴും തന്നെ പറഞ്ഞു തരും. ഒരുപക്ഷെ അന്നേരം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 24 hours അത് നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലായിട്ടോ മറുപടി അയച്ചു തരും. പിന്നീട് ഈ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഒരു ചോദ്യത്തിന് ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു. ഇത് അങ്ങനെ ആയിരിക്കില്ല. ഒരു ചോദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, 120 മിനിറ്റിന് 100 മാർക്കാണ്. 100 മാർക്കിന് 120 മിനിറ്റ്. അപ്പോൾ 1 മാർക്കിന് 1.2 മിനിറ്റ്സ്, അത്രയും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചില ചോദ്യങ്ങൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നത് ഏതാണ്ട് ഒരു 3/4 പേജ് ചോദ്യങ്ങളാണ്. അപ്പൊ അതിന് പിന്നെ ഉത്തരം കൂടെ വായിച്ചെടുക്കുമ്പോഴേക്ക് അതിൽ സമയം പോകും. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒരു ചോദ്യം വായിച്ച് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ചോദ്യങ്ങൾ നമുക്ക് നല്ലപോലെ വായിക്കാൻ കഴിയാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് ക്ലാസ്സിൽ ഹാജരാകുമ്പോൾ ഈ സബ്ജക്റ്റിൽ ഇങ്ങനെ ഉള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാവുന്നത് നിങ്ങൾക്ക് അതിലൂടെ പറഞ്ഞു തരികയും, അതിലല്ല ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ചേർത്തിട്ടായിരിക്കും. നമ്മൾ ചിലപ്പം ഒരു ചോദ്യത്തിന്റെ ഉത്തരവല്ല, 4-5 ചോദ്യങ്ങളുടെ ഉത്തരം ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ അതുകൊണ്ട് അത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. സമയം നമുക്ക് 2 മണിക്കൂർ കൊണ്ട് 100 മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതാൻ. അപ്പൊ അതിനകത്ത് പിന്നെ ഒന്നുള്ളത്, ഈ നിങ്ങൾ വളരെ മിടുക്കരാണ്, വളരെ ബുദ്ധി വൈഭവം ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ എത്തിയതും. അപ്പോൾ ചിലർക്ക് ഇപ്പം നിങ്ങളിൽ തന്നെ അറിയാൻ പറ്റും. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഞാനത് 5 കണ്ടതാണ്, കേട്ടതാണ്. അപ്പൊ അതൊരു പ്രശ്നമല്ല. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരരുത്. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, ഒരു ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് ഈ കോമേഴ്സ് ഇതര സബ്ജക്റ്റുകൾ എടുത്ത് പഠിച്ചവരുണ്ടാവാം. ഒരേ കാര്യം നമ്മൾ പഠിപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതും അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ഈ നോൺ കോമേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും, അക്കൗണ്ടിങ് പഠിക്കാത്തവരാണ്. കാരണം അവർക്ക് ഈ പറയുന്നതൊക്കെ വേദവാക്യം. മറ്റൊരു കൂട്ടർക്ക് അത് അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ 5 കേട്ടതാണ് എന്നുള്ള മട്ടിൽ അങ്ങ് പോകും. അതുകൊണ്ട് എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ, കാരണം അത് കേട്ടതാണ് നിങ്ങൾ പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ കേട്ടതൊന്നും അതിലാവില്ല. മാത്രമല്ല, നമ്മൾ കേട്ടതുപോലെ ആയിരിക്കില്ല ഇവിടെ കേൾക്കുന്നത്. ഇതൊരു അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഇതിനുണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ഇങ്ങനെ ചെറുപറ പറഞ്ഞു പോകുന്നുണ്ട്. അല്ല, അത്രയും മതി അവിടെ. ഇത് അതുമായി ബന്ധപ്പെട്ട് വേറെ കുറെ കാര്യങ്ങൾ കൂടി നിങ്ങളെ ധരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തുടക്കത്തിൽ, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ലളിതമാണ്, അതിന്റെ പ്രിലിമിനറി ടോപ്പിക്കാണ്.
കുറച്ച് അധികം അല്ലാത്തതും ഉണ്ട് ഇതിനകത്ത്. പക്ഷെ ഇത് പ്രിലിമിനറി ആണ് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ ആവില്ല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ തരുന്ന ആ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം, ഒപ്പം നിങ്ങൾക്ക് തരുന്ന, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഒരു സബ്ജക്റ്റിൽ തന്നെ 1000-ഓളം ചോദ്യങ്ങളും, ഇതെല്ലാം നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കൈവെള്ളയിൽ ഇതിരിക്കും. അതിനുള്ള എന്താ ഞാൻ പറയാ, അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള എല്ലാ സാഹചര്യവും ഞങ്ങളായി ഒരുക്കി തരും. നിങ്ങൾ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആത്മാർത്ഥമായി പഠിക്കുക. എല്ലാവർക്കും AIB കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി നമ്മുടെ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സാർമാരോട് ചോദിക്കാം. ഇപ്പം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ നമ്മുടെ ക്ലാസ്സിന്റെ ഫീസും ഡീറ്റെയിൽ എല്ലാം മുമ്പ് തന്നിരുന്ന നമ്പറിൽ 7736193600 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ അല്ലെ ഒന്ന് രാവിലെ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ എല്ലാ ഫീസിന്റെ പറഞ്ഞുതരും. നമ്മുടെ ആപ്പിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു തരാം. നമ്മളിപ്പോ കോമൺ ആയിട്ട് പറയാത്തത്, ഇപ്പൊ പകുതി പേര് നമുക്ക് എല്ലാം പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൂടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരോരടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇടാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്പറിലോട്ട് മെസ്സേജ് ഇടുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫീച്ചേഴ്സും ക്ലാസ്സുകൾ എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് പഠന രീതികളും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സർ. ഓക്കെ, എല്ലാവർക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ JIB പാസ്സാകാൻ സാധിക്കട്ടെ. അതിന് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഫാക്കൽറ്റീസിന്റെ ഭാഗത്തു നിന്നും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് തന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ പിന്നെ അവസാനിപ്പിക്കാം. ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്.